ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ഇതിലൊരു അത്ഭുതമോ ഞെട്ടലോ ഒന്നും അയ്യപ്പ വിശ്വാസികൾക്ക്, മലയാളികൾക്കില്ല. കാരണം SIT അന്വേഷണം ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും കരുതിയതാണ് ഇതിങ്ങനൊക്കെ തന്നെ പോകൂ എന്നുള്ളത്. അങ്ങ് എങ്ങനെ പ്രതികരിക്കും? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം കിട്ടും എന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെ ഉണ്ടായത്. കാരണം സ്വാഭാവികമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം നേടിപ്പെടേണ്ട സമയമായി. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയിൽ അനുസരിച്ച് 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കാത്ത സമയത്ത് സ്വാഭാവികമായ ജാമ്യത്തിന് പ്രതികൾക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ നിയമം. അപ്പോ അതനുസരിച്ച് ഈ സ്വർണ്ണ കേസിലെ പ്രതികളുടെ പേരിൽ ആരുടെ പേരിലും SITക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലുള്ള ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇന്നലെ കേരള ഹൈക്കോടതി പറഞ്ഞത്. എന്ന് മാത്രമല്ല, SITയുടെ അന്വേഷണത്തിൽ വളരെ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ച സമയത്ത് ഈ SIT അന്വേഷണം അതിന്റെ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നും പ്രതികൾ ആരെങ്കിലും രക്ഷപ്പെടും എന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്നും വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു നീതിന്യായ വ്യവസ്ഥ നമ്മളോട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, ഒരു കാരണവശാലും ഒരു പ്രതികളും രക്ഷപ്പെടാൻ പോകുന്നില്ല, ജാമ്യം കിട്ടിയത് വലിയ കാര്യമായി നിങ്ങൾ കണക്കാക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉൾക്കൊള്ളാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ അപ്പോഴും ജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. ഈ SIT ഈ പറയുന്ന പ്രതികളെ രക്ഷിക്കാൻ തക്ക രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണത്തിന് വളരെ പ്രസക്തിയുണ്ട് താനും. അതിന് 1-2 ഉദാഹരണങ്ങൾ നേരത്തെ തന്നെ പലപ്പോഴായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തേത് ഇപ്പൊ നമുക്കറിയാം, ഈ പ്രതികളിൽ 9 പേര് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ അനുവാദം വാങ്ങണം. അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്തും നാളിതുവരെ SIT സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് അവിടെ നിൽക്കുകയാണ്. അപ്പോ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാരിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് ചാർജ് ഷീറ്റ് നൽകാനുള്ള അനുവാദം പോലും ചോദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പ്രതികൾ വിചാരണ തീരും വരെ ജയിലിൽ കിടക്കേണ്ടവരാണ് എന്ന അഭിപ്രായം SITക്ക് ഇല്ല എന്നാണ് അതിനർത്ഥം. കാരണം ചാർജ് ഷീറ്റ് കൊടുത്താൽ പിന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടില്ല, വിചാരണ തീർന്ന് വിധി വരുന്നത് വരെ പ്രതികൾ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ SIT ഉദ്ദേശിക്കുന്നില്ല. അത് ആരെങ്കിലും രക്ഷിക്കാനാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞത് നമ്മുടെ 2025 ഈ പ്രതി, അതായത് ദ്വാരപാലക പീഠങ്ങൾ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് അതിന്റെ എക്സ്പെർട്ടീസും ഇല്ല, വൈദഗ്ധ്യമില്ല എന്ന് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞിരുന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ അഭിപ്രായം തിരുത്തി കുഴപ്പമില്ല എന്ന് എഴുതി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? സ്മാർട്ട് ക്രിയേഷൻസിന് അതിനെക്കുറിച്ചുള്ള വൈദഗ്ധ്യം ഇല്ല എന്ന് പറഞ്ഞ അതേ തിരുവാഭരണം കമ്മീഷണർ പിന്നീട് മാറ്റം വരുത്താനുള്ള കാരണം എന്താണ്? അപ്പൊ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഈ SIT നടത്തിയിട്ടുണ്ടോ? അപ്പൊ SITയെ സംബന്ധിച്ചുള്ള അത്തരം സന്ദേഹങ്ങൾ വളരെ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ്. പക്ഷെ കോടതി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കോടതിയെ വിശ്വാസത്തിലെടുത്തിട്ട് മുന്നോട്ട് പോകാനും നിവൃത്തിയുള്ളൂ.